ഓൺ സ്റ്റേജ് 646. നമസ്കാരം. കാലവും മാറി, കോലവും മാറി, ജീവിതവും മാറി. നമ്മുടെ തലമുറ എങ്ങോട്ടാണ്? ലഹരി കൊണ്ട് പൊറുതിമുട്ടിയ ഈ കാലത്ത് ആ മഹാവിപത്ത് ചേക്കേറിയ ഒരു കുടുംബത്തിലേക്ക് ഒരു കൊച്ചു മോണാക്കിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. മിന്നു, എന്റെ പൊന്നെ, നീ എന്റെ ബാഗിൽ നിന്ന് മിഠായി എടുത്തിനോ? ഇല്ലല്ലോ ഏട്ടാ. എന്ത് മിഠായിയാ? എനിക്കും വേണേനു. എനിക്കും തരുമോ? നിനക്ക് മണ്ണ കേട്ടാ. എനിക്ക് കിട്ടാനൊരു തല പെട്ട് വരുന്നേ. ഏട്ടനെന്തിനാ എന്നോട് ദേഷ്യം വരുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാനേട്ടന്റെ പൊന്ന അനിയത്തിയല്ലേ. അത് എന്റെ ചക്കര മുത്തല്ലേ. മുത്തിന് അമ്മമ്മ വിദ്യാനിധി കടക്കാൻ തന്ന പൈസ എനിക്ക് തരുമോ? ഏട്ടൻ മോൾക്കും മിഠായി തരാം. ഇപ്പം പോയാൽ ആ മിഠായി കിട്ടും. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് തരൂല. അതെന്നെ സമ്പാദിച്ചില്ല. അത് തൊട്ട് കളിക്കാൻ ഞാൻ വിടൂല. നിനക്കത് ഞാൻ മനസ്സിലായി. അമ്മമ്മേ, അമ്മമ്മേ, ഓടിവാ, ഏട്ടൻ എന്നെ തല്ലുന്നേ. എന്താടാ ബീവി കാണിക്കുന്നേ? അവിടെ വിടടാ, വിട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാ കുഞ്ഞണിയെന്നെ തല്ലുന്നേ. അമ്മമ്മേ, നിങ്ങള് വയസ്സായില്ലേ? നമ്മുടെ പിള്ളേരായിരുന്നു ഇടപെടണ്ട. ഇടപെട്ടാൽ അങ്ങട്ടേലെ ദേവൂമിനെ കൊണ്ടാക്കുകയല്ല, വൃദ്ധസദനത്ത് കൊണ്ടാക്കാൻ ഞാൻ അച്ഛനോട് പറയും. എന്റെ അബി, നീ എന്തൊക്കെയാ പറയണേ? ഇനി വല്ല ഭാഗ്യം കൂടി ഉണ്ട് ഭഗവാനി. ആ ആയിലാണ്ട് തിരുമേനി ഒന്ന് ചെന്ന് കാണണം. ചെക്കന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടേ തീരും. എന്റെ തിരുമേനി, എന്റെ മോനെ രക്ഷിക്കണം. അവര് 3-4 ദിവസമായിട്ട് തലക്ക് പിരി ഇളകിയ മട്ട. സ്കൂളിലൊന്നും പോകാറില്ല. എല്ലാവരോടും ദേഷ്യം. ഭക്ഷണമില്ല, പൊടിയില്ല. ഇനിയൊന്നും ആയിരുന്നില്ല എന്റെ മോൻ. എന്താ സംശയം? ഇത് ബാധ കയറിയത് തന്നെ. ഇങ്ങനെ എത്ര എണ്ണത്തെ കണ്ടിരിക്കുന്നു? യായാട് തിരുമേനി, അവനെ കൊണ്ടുവരിക. ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ. ഓം ക്രീം സ്വാഹ. ഒഴിഞ്ഞു പോ. പറ, നിനക്ക് എന്താ വേണ്ടത്? നോം സാധിച്ചു തരാം. എനിക്ക് മുട്ടായി വേണം. തരാൻ പറ്റുമോ? അതിന് നല്ല വില വരും. അത് തിന്നാലുണ്ടല്ലോ സ്വാമി, പിന്നെ ഒരു ചിന്ത നമ്മളെ അലട്ടില്ല. ശൂന്യാകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കാം. All the time, little stars, little stars, fly glowing. The stars are floating like ants once. ഇതെന്തോ ഇംഗ്ലീഷ് പേരാന്ന് തോന്നുന്നു. ദൈവേ, ഒഴിഞ്ഞു പോ. എനിക്ക് ഇപ്പൊ മുട്ടായി വേണം. എന്താ തരാൻ പറ്റുമോ? കള്ള മന്ത്രവാദി, വടി കൊണ്ട് കാണാം. എന്റെ അമ്മേ, എന്നെ അടിക്കല്ലേ. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. എന്നെ വിട്ടേക്ക്. പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് അറിഞ്ഞു വന്നതാണ്. എന്താ ഇത്? എന്താ ഇത്? മന്ത്രവാദി? അബി, പിന്നെ 2 ദിവസമായിട്ട് സ്കൂളിലൊന്നും കണ്ടില്ലല്ലോ. എന്താ പറ്റിയേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ. ഒന്നും പറയണ്ടെന്റെ മാഷേ. അവന് ബാധ കൂടിയതാന്ന് തോന്നുന്നേ. വല്ലാത്തൊരു മാറ്റം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. എന്ത് വിട്ടിട്ടാ നിങ്ങളീ പറയുന്നേ? ബാധ എടുപ്പിക്കലോ? അതിന് മാത്രം അബിക്ക് എന്താണ്? അബി ക്ലാസ്സിൽ എത്ര മിടുക്കനാണെന്നറിയോ? ബാധ എടുപ്പിക്കണം അത്രേ. ഇതല്ലേ ഇപ്പത്തെ വിശ്വാസികളെ പഠിക്കുന്ന പരിപാടിയല്ലേ? ശരിയാ മാഷേ. ചിലപ്പോ ഞാനും ചിന്തിക്കും, നാട്ടിലെ തേച്ചും വെള്ളം വന്നിട്ട് മൂത്ത് കൊട്ടയും വലിച്ച് നടക്കുമ്പോ ഇങ്ങനത്തെ ഒറ്റനും കണ്ടിട്ടില്ലല്ലോ. അന്നെല്ലാം ഡോക്ടർമാരും നഴ്സുമാരും കൂടിയിട്ടല്ലേ നമ്മളെ നാടിനെ രക്ഷിച്ച്. ഇവൻ ഈ കളിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാ തോന്നുന്നേ. അബി, മോനെ നിങ്ങൾ വന്നേ. എന്താ പറ്റിയേ? മാഷോട് പറ. മാഷേ, എനിക്ക് തലയാകെ വെളുത്ത് കയറുന്ന പോലെ. അന്ന് ബസ്സിലാണ് ഞാനൊരു ബൈക്കായി കൈകെട്ടി. അയാൾ എന്നെ കൂട്ടിട്ട് എന്നെ പോലുള്ള കുറേ കുട്ടികൾ കയറിയിരിക്കുന്ന ഒരു സ്ഥലത്താ കൊണ്ടാക്കിയ. അവിടെ കുറച്ച് മിഠായാണ്. അത് കഴിച്ചപ്പോ ഞാൻ ഈ ലോകത്തൊന്നും അല്ല. അത് നല്ല രുചിയായിരുന്നു. ചിലപ്പോ തോന്നുന്നത് കഴിക്കണ്ടായിരുന്നു. പക്ഷെ അതിനോട് പറ്റണില്ല മാഷേ. ഈ
പേടിയാണ്.